ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. നല്ല കറുമുറാന്ന് നമുക്ക് വെറുതെ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ നല്ല ടേസ്റ്റിയും കൂടിയാണ്, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത്, ആ ഒരു സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് 2 മീഡിയം സൈസുള്ള പൊട്ടാറ്റോ ആട്ടോ. അപ്പോൾ നമ്മളിത് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമൊന്ന് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 4 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1/2 കപ്പോളം ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ എടുക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 1/2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, നമ്മൾ സാധാരണ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പിഞ്ചോളം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു പിഞ്ച് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കും. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നോർമൽ വാട്ടർ ആട്ടോ, ചൂടുവെള്ളമൊന്നുമല്ല, സാധാ വെള്ളമാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ആ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതിൻ്റെ ആ ഒരു മസാല റെഡിയാക്കി എടുക്കുന്ന ആ ഒരു സമയം മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മളിത് ആ ഒരു മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, 2 ചുവന്ന മുളക്, ചെറിയൊരു പീസ് ഇഞ്ചിയും കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂട്ടി കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളെ പൊട്ടാറ്റോൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്നും കൂടി നമുക്കിതിനൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മളിതാ ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്ന സമയത്ത് നമ്മളതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് നമ്മളിത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മളതിലേക്ക് ഒരു നുള്ള് ജീരകം കൂടിയും ചെറിയ ജീരകം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചൂടായി വന്ന സമയത്ത് നമ്മളതിലേക്ക് ഇത് 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോയും സവാളയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈയെടുക്കാതെ ഇതുപോലെ ഇങ്ങനെ ഇളക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. ഒന്ന് കുറുക്കി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. ഇതൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ ഇതിൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് നന്നായിട്ട് നമ്മൾ ഈ പാത്രത്തിൽ ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു പരിവായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. നമ്മളിതാ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് മല്ലിയിലയും കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൽ വെള്ളമൊക്കെ നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലാക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ പൊടി വെച്ചിട്ടല്ലേ ഇത് പരത്തിയെടുക്കുന്നത്, ഓയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഇതുപോലെ കുറച്ച് ഓയിൽ അതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ മാവ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കുക. അപ്പോൾ പരത്തിയെടുക്കുന്ന സമയത്ത് ആ മല്ലിയിലൊക്കെ ഈ ഒരു മാവിലേക്ക് അങ്ങ് ഒട്ടിപ്പിടിച്ച് കിട്ടുമേ. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കാണാൻ നല്ല രസമുണ്ടാവും. കഴിക്കുന്ന സമയത്തും ആ ഒരു മല്ലിയുടെ ടേസ്റ്റും കൂടി ആകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പാത്രം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നിങ്ങൾ നല്ല റൗണ്ട് ഷേപ്പിൽ പരത്തി എടുത്തതാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കത്തി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, നമ്മളെ പൊട്ടാറ്റോയുടെ ആ ഒരു മസാല ഒന്ന് ചൂട് നന്നായിട്ട് ആറണം കേട്ടോ. ആറിന് ശേഷം ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കഴിയും, ഒരുപാട് സമയം പിടിക്കുക ഒന്നും ബുദ്ധിമുട്ടോ കാര്യം ഒന്നുമില്ല കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ടെടുക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തിട്ടെടുക്കാം.
അപ്പം നിങ്ങൾക്ക് തോന്നും നമ്മൾ ബോണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ചിട്ട് ചെറുതായിട്ട് ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയില്ലേന്ന്. പക്ഷേ അതുപോലെ ചെയ്യുമ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്തില്ലേ ആ ഒരു ഉള്ളിയൊക്കെ അതിൽ നിന്ന് അങ്ങനെ അങ്ങ് എണ്ണയിലേക്കാട്ടോ ഉണ്ടാകാൻ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതായിരിക്കും ഒന്നുകൂടി നല്ലത്. രണ്ട് ഇതിൽ ഉണ്ടാക്കിയിട്ട് ഇതാട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതാകുമ്പോൾ നമ്മളെ മസാല ഒന്നും പുറത്ത് പോവുകയില്ല, അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മളിതാ ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കൂട്ട് റെഡിയാക്കണം. ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളത് അത് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ചധികം വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇതിലിനി ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഇനി ലൂസായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോന്ന് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് മുക്കിയിട്ട് നമ്മൾ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എണ്ണയിലിടുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക, കയ്യിലൊന്നും തടുക്കാതെ നോക്കുക കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമ്മളിതാ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ അതിൽ മുക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട ഉടനെ ഇളക്കി കൊടുക്കാൻ പാടില്ല കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറി വന്നാൽ മാത്രം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതാ ഒരു സൈഡ് ഭാഗം നന്നായിട്ട് കളർ മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിനൊന്ന് തിരിച്ചിട്ടിട്ട് ആ ഒരു ഭാഗം കൂടി നന്നായിട്ടൊന്ന് കളറൊന്ന് മാറ്റിയെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ സൈഡ് ഭാഗം കളർ മാറിയ സമയത്ത് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കളർ ഈ ഒരു സൈഡും കൂടി ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് കളറൊക്കെ മാറി നല്ല കറുമുറാന്നുള്ള സൗണ്ടൊക്കെ കിട്ടിയ സമയത്ത് ഇനി നമുക്ക് ഇതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലാക്കി കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല കറുമുറാന്ന് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. കാണുമ്പോൾ കുറച്ച് ഉണ്ടാക്കാൻ പണിയുള്ള പോലെയൊക്കെ തോന്നും, പക്ഷേ അല്ല കേട്ടോ, സിമ്പിളാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാക്കിയാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ.